ഇത്രയും കരിമ്പനടിച്ച ചെരുപ്പ് അടിപൊളിയാക്കി വെട്ടി തിളങ്ങാനുള്ളൊരു മാർഗ്ഗം. ഈ വീഡിയോ ഫുള്ളായി ഒന്ന് കണ്ടു നോക്കൂ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കും കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ്. വീഡിയോ ഫുള്ളായി കാണണം കേട്ടോ. നമുക്ക് ഉപകാരപ്രദമായൊരു വീഡിയോ ആണ്. രാവിലെ നമ്മൾ ചെടികളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കച്ചറ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പ്ലാസ്റ്റിക് ഒക്കെ. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ ചെടികളിലൂടെ നടക്കുമ്പോൾ നമുക്ക് കുറച്ച് മുമ്പ് കാണാതായ ചെരുപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചെരുപ്പ് ആകെ കേട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് കരിമ്പനടിച്ച് ഒരുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് ഇത്രയും നല്ലൊരു ചെരുപ്പായിരുന്നു, നമ്മളെ ചെടികളുടെ ഉള്ളിൽ പെട്ടിട്ട് ആകെ കരിമ്പനടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ബ്ലീച്ചിങ് പൗഡറും അതുപോലെ കുറച്ച് സോഡാപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളം ഒന്ന് ചൂടായതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ലിക്വിഡും ചേർത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീനിൽ ഒഴിക്കണ ലിക്വിഡ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് ചെരുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ ചെരുപ്പിന് പ്രത്യേകിച്ച് വേറെ കേടൊന്നുമില്ല കേട്ടോ. കുറച്ച് കരിമ്പൻ അടിച്ചെന്ന് മാത്രം, അതിൻ്റെ ഭംഗിയെല്ലാം പോയിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ താഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഭാരം ചെന്ന ഒരു കട്ടായി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് അടിയിൽ മുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മണിക്കൂർ വെള്ളത്തിൽ വെച്ചതിന് ശേഷം നമ്മളതൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ കുറച്ചൊക്കെ പോണ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അത്രയും നല്ല സംഭവമാണ് നമ്മുടെ ബ്ലീച്ചിങ് പൗഡറും സോഡാപ്പൊടിയൊക്കെ. ബ്രഷോട്ട് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ നമ്മളെ ചെരുപ്പ് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളത്തിലിട്ട് നമ്മളതിൻ്റെ മുകളിലൊരു ഭാരം വെച്ചിരുന്നല്ലോ, ഒരു കട്ട. അത് കാരണം നമ്മളെ ചെരുപ്പ് ഒന്ന് ചുളിവ് പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കാൻ അതിലൊരു ഗ്ലാസ് നന്നായി ഫിറ്റായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്നും കൂടി കഴുകി നമ്മളെ കമ്പിച്ച കിരീട്ടമൊക്കെ ഒന്ന് കഴുകി നോക്കിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. നമ്മളെ കൈ കൊണ്ട് തേക്കുമ്പോൾ തന്നെ അത് വെറുതെ പോകുന്നുണ്ട്. എങ്കിലും ഒന്നും കൂടി നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റും കൂടി നന്നായി എല്ലാ ഭാഗവും ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു മണിക്കൂർ സമയം നമ്മളെ ഗ്ലാസ് ഒന്നും കൂടെ ഫിറ്റാക്കി വെച്ച് ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചുളിവുകളൊക്കെ മാറി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.